നടുവൊടിഞ്ഞ യാത്രയിൽ പൊറുതിമുട്ടിയ പൊതുജനം റോഡിൽ വാഴ നട്ട് പ്രതിഷേധിച്ചു. തകർന്ന ഗതാഗതം ദുസ്സഹമായി മാറിയ കറുകത്തിരുത്തി കൊല്ലൻപടി റോഡിലാണ് യുവാക്കൾ രംഗത്തിറങ്ങിയത്. 1 കോടി രൂപ ഉപയോഗിച്ച് 5 വർഷം മുമ്പ് നവീകരിച്ച പൊന്നാനി കറുകത്തിരുത്തി കൊല്ലൻപടി റോഡാണ് തകർന്ന് ഗതാഗതം ദുസ്സഹമായത്. ആശുപത്രിയിലേക്ക് പോകുന്നവർക്കും ബൈക്ക് യാത്രക്കാർക്കും കാൽനട യാത്രക്കാർക്കും ദുരിതപാതയായി മാറിയിരിക്കുകയാണ് ഈ റോഡ്. കൊല്ലൻപടി സെന്റർ മുതൽ വളവ് വരെയുള്ള 1.5 കിലോമീറ്ററോളം ഭാഗം പൂർണ്ണമായും തകർന്ന നിലയിലാണ്. മാറഞ്ചേരിയെയും പൊന്നാനിയെയും എളുപ്പമാർഗം ബന്ധിപ്പിക്കുന്ന റോഡാണ് തകർന്ന് തരിപ്പണമായി കിടക്കുന്നത്. നിരവധി യാത്രക്കാർ സഞ്ചരിക്കുന്ന റോഡിന്റെ പുനർനിർമ്മാണത്തിന് അധികൃതർ തയ്യാറാവുന്നില്ലെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. കറുകത്തിരുത്തി വളവ് റോഡാണ്. വളരെ കാലങ്ങളായിട്ട് റോഡിന്റെ അവസ്ഥ ഇങ്ങനെയാണ്. ഇത് ഞങ്ങൾ യുവാക്കള്, ഈ നാട്ടിലുള്ള യുവാക്കൾ എല്ലാവരും കൂടി പ്രതിഷേധത്തിന് വന്നിരിക്കുകയാണ്. കാരണം ഈ നാട്ടിലത്തെ ഓരോ അമ്മ പെങ്ങന്മാരും എല്ലാവരും ഒരു വണ്ടിക്കോ അല്ലെങ്കിൽ ഇതിലൂടെ യാത്ര ചെയ്യാനോ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ രാഷ്ട്രീയക്ക് അതീതമായി എല്ലാവരും കൂടി നടത്തുന്ന ഒരു പ്രതിഷേധമാണിത്. ഞങ്ങളിത് മുനിസിപ്പാലിറ്റി കൗൺസിലർമാരെല്ലാവരും ചോദിച്ച് അവർ പറഞ്ഞത് സമയം എടുക്കുന്നതാണ്, കാര്യങ്ങളൊക്കെ നീക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾക്കിത് എത്രയും പെട്ടെന്ന് ഈ റോഡ് പണി എത്ര പെട്ടെന്ന് നടത്തുന്നു അത്രയും പെട്ടെന്ന് ആവണം. കാരണം അത്ര വണ്ടികൾ പോകുന്ന റോഡാണിത്. ആംബുലൻസ് ആയാലും രോഗികളായാലും കുറേ പേര് പോണതാണ്. ഇതിപ്പോൾ രാത്രികളിലൊക്കെ കുറേ അപകടങ്ങൾ ഈ റോഡിൽ ഉണ്ടാകാറുണ്ട്. എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ കുറേ പേര് വീണിട്ടുണ്ട് വണ്ടിമെന്നൊക്കെ. അത്രയും മോശമായ രീതിയിലേക്കാണ് ഈ റോഡ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് അധികാരികളോട് പറയാനുള്ളത്, മുനിസിപ്പാലിറ്റിയാണ് എല്ലാവരോടാണ് ഈ ഒരു യുവാക്കളുടെ ശബ്ദമായിട്ട് പറയുകയാണ്, ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഈ റോഡ് പണി പാസ്സാക്കി തരണം, എത്രയും പെട്ടെന്ന് ഇതിലേക്ക് അധികാരികളെ കണ്ണെത്തിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ആറ്റുപുറം ക്ഷേത്ര പരിസരത്തും വളവ് മദ്രസയ്ക്ക് സമീപവും കൂറ്റൻ ഗർത്തങ്ങളാണ് റോഡിലുള്ളത്. റോഡിന്റെ പലയിടങ്ങളിലും വലിയ ഗർത്തമാണ് രൂപപ്പെട്ടിട്ടുള്ളത്. റോഡിന്റെ ഗർത്തത്തിൽ വീണ്ടുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചിട്ടും റോഡ് പുനർനിർമ്മിക്കാൻ അധികൃതർ തയ്യാറാവുന്നില്ലെന്നാണ് പരാതി. 3 മിനിറ്റ് എടുക്കണ വളവിലേക്ക് എത്താൻ ഇത് 15-20 മിനിറ്റ് എടുക്കും. ഒരു ഓട്ടോറിക്ഷ വിളിച്ച ഈ വഴിക്ക് വരൂല. ഇത് കണ്ടോ, ഇത് മിഞ്ഞാന്ന് എന്റെ കൈ റോട്ടുമ്മ ഈ റോഡിന് ഫണ്ട് പാസ്സായി എന്ന് പറയുന്നുണ്ട് അധികാരികൾ. പക്ഷേ ഈ ഫണ്ട് പാസ്സായി എന്ന് പറയുമ്പോൾ ഞാനിവിടെ വന്നിട്ട് ഞാൻ പ്രവാസിയാണ്. ഞാൻ വന്നിട്ട് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇപ്പോൾ ഈ മാർച്ചിൽ ഇവിടെ ഒരു പൂരം കഴിഞ്ഞു. ആ സമയത്ത് ഇവിടെ കോറി വേസ്റ്റ് അല്ല ഇട്ടത്, വെറും പൗഡർ മാത്രം ഇട്ട് ഹോൾ അടക്കുക ചെയ്ത് അത് കാറ്റടിച്ചപ്പോൾ അത് പോയി, മഴ ചെയ്തപ്പോൾ അത് പോയി. അതേപോലെ വീണ്ടും കുഴികൾ വലുതായി. അപ്പോൾ ആൾക്കാർക്ക് ഉണ്ടാകുന്ന അപകടങ്ങൾ, ഈ വണ്ടികൾക്ക് ഉണ്ടാകുന്ന മെയിൻ്റനൻസ്, ഇതൊക്കെ നമ്മൾ തന്നെയാണ് കാണുന്നത്. അതൊന്നും പോട്ടെ, എന്നാൽ പോന്നാൽ ഈ മഴക്കാലത്തിന് മുന്നേ ഈ ഫണ്ട് പാസ്സായിട്ട് എന്തുകൊണ്ടത് മഴക്കാലത്തിന് മുന്നേ ചെയ്തുകൂടാ? എന്നാൽ പോലും മഴക്കാലത്ത് ഈ വർക്ക് ചെയ്യാലോ. എല്ലാ സിസ്റ്റമാറ്റിക്കായ മെഷീനറികളും കാര്യങ്ങളും നമ്മുടെ നാട്ടിൽ അവൈലബിൾ അല്ലേ? ഈ കോൺട്രാക്ടേഴ്സിന് കഴിയും മെഷീനറികളൊക്കെ ഉള്ളതല്ലേ? അവർക്ക് എന്തുകൊണ്ട് മഴക്കാലത്തും ചെയ്തുകൂടാ? കോറി വേസ്റ്റെങ്കിലും ഇട്ടിട്ട് ഈ കുഴികളൊന്നും അടച്ചുകൂടെ? ആൾക്കാരെ കൈ പൊട്ടുന്നത്, വണ്ടികളുടെ ഡാമേജ് വരുന്നത് ഒന്നും ഒരു പ്രശ്നമില്ല. ഏറ്റവും ബുദ്ധിമുട്ട് ഇവൻ പറഞ്ഞ പോലെ 3 മിനിറ്റ് എന്നുള്ള അരമണിക്കൂർ എടുക്കുന്നുണ്ട് ഒരു കാറോടൊക്കെ പാസ് ചെയ്യാൻ. അത് ഓട്ടോറിക്ഷ വിളിച്ചാൽ വരുന്നില്ല. എന്തൊരു ബുദ്ധിമുട്ടാണ്. ലേഡീസ് വണ്ടി എടുത്ത് വരില്ല, അങ്ങോട്ട് ഒരു 2 വീലർ എടുത്തിട്ട് വരാൻ പഠിക്കുന്നത്. കാരണം അവർക്ക് പേടിയാണ് കുഴിയിൽ വീണു പോകുന്നു പറഞ്ഞിട്ട്. നമുക്ക് വേണ്ടത് ഇത് എന്തായാലും ഈ പണി മഴക്കാലത്തിന് മുന്നായാലും ഈ സമയത്ത് നിങ്ങൾ ഫുള്ളായിട്ട് ഈ അധികാരികൾ ചെയ്തു തീർക്കൂല. താൽക്കാലികമായിട്ട് ഈ വെള്ളം നീക്കിയിട്ട് കുഴി അടച്ചേരൽ നിർബന്ധമായിട്ടുള്ള കേസാണ്. ഇത് രാഷ്ട്രീയത്തെ അതീതമായിട്ട് എല്ലാവരും പ്രതികരിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു പ്രക്ഷേപണം തന്നെയാണ്. എന്താ ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ ചെയ്യട്ടെ. ഓട്ടോറിക്ഷ വിളിച്ചാൽ പോലും വരാത്ത തരത്തിലാണ് റോഡ് തകർന്നിട്ടുള്ളത്. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേർ ദിനംപ്രതി ആശ്രയിക്കുന്ന റോഡാണ് വർഷങ്ങളായി തകർന്നു കിടക്കുന്നത്. ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ ഏറെ പ്രയാസപ്പെട്ടാണ് കടന്നു പോകുന്നത്. പ്രദേശത്തെ യുവാക്കളാണ് പ്രതിഷേധവുമായി രംഗത്തെത്തി റോഡിൽ വാഴ നട്ടത്. പ്രതിഷേധത്തിന് മുബീർ, ജാബിർ, ജാസിം, സമീർ, അരുൺ, വിഷ്ണു എന്നിവർ നേതൃത്വം നൽകി.